ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ പാഠഭാഗമായിട്ടുള്ള ത്രൂ ദ ഓഷ്യൻസ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ്, മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. ഓക്കെ, ബാക്കി എല്ലാ ചാപ്റ്ററും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന NV കൃഷ്ണവാര്യരുടെ ഒരു കവിതയിലെ കുറച്ച് വരികളാണ് കൊടുത്തിട്ടുള്ളത്. വയലും പുഴയും കടന്നു പോകാം, കടലിൽ പകർന്നു പോകാം, പഴയ കാലത്ത് കൊളംബസ് പോയപ്പോൾ പുതിയ ലോകങ്ങൾ തിരിഞ്ഞു പോകാം, നമ്മൾ പുതുവാന വട്ടങ്ങൾ തേടിപ്പോകാം. അപ്പോൾ നമുക്ക് അറിയാം, പണ്ട് ആളുകളൊക്കെ കൊളംബസിൽ പോയിട്ടായിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയിരുന്നത്. അപ്പോൾ കടലിലൂടെയുള്ള യാത്രയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. You might have heard about adventurous seafarers like Columbus. അപ്പോൾ കൊളംബസിൽ നിന്ന് പോകുന്ന യാത്രകളെ, ആ ഒരു അഡ്വഞ്ചർ യാത്രകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങളും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കാം. Their voyages through the oceans and exploring new world have found a place in history. അപ്പോൾ ചരിത്രത്തിൽ തന്നെ പുതിയ ലോകങ്ങൾ തേടിപ്പോകുന്ന ഒരു വിശാലമായിട്ടുള്ള സമുദ്രങ്ങളിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. Shall we set out on a journey to know more about the oceans? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓഷ്യൻസിനെ കുറിച്ചിട്ട് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ ഒരു യാത്ര പോകാമെന്നാണ് പറയുന്നത്. വാട്ടർ ഈസ് വൺ ഓഫ് ദ മേജർ കോമ്പണൻസ് ദാറ്റ് റിട്ടൈൻസ് ലൈഫ് ഓൺ ദ എർത്ത്. നമുക്കറിയാം, ഭൂമിയിലെ ജീവൻ നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, ഒരു കോമ്പണൻസ് എന്ന് പറയുന്നത് എന്താണ്, വെള്ളമാണ് അല്ലേ, വാട്ടറാണ്. 71% ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് കവേർഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഈ ഒരു 71% നമ്മുടെ ഭൗമോപരിതലം എന്ന് പറയുന്നത്, എർത്ത് സർഫേസ് എന്ന് പറയുന്നത് എന്താണ്, വെള്ളമാണ്. യു നോ ദാറ്റ് ഓഷ്യൻസ് ബാക്ക് വാട്ടേഴ്സ്, ലേക്സ്, റിവേഴ്സ്, സ്പ്രിങ്സ്, റിസർവേഴ്സ് ആർ വെൽസ് ആർ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് സോഴ്സ് ഓഫ് വാട്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയുണ്ട്, ഓഷ്യൻസ് ഉണ്ട്, ബാക്ക് വാട്ടേഴ്സ് ഉണ്ട്, ലേക്സ് തടാകങ്ങളുണ്ട്, റിവേഴ്സ് പുഴകൾ, സ്ട്രീം അരുവികൾ, സ്പ്രിങ്സ് എന്ന് പറയുന്നതാണ് ഉറവകൾ, അതുപോലെ തന്നെ നമ്മുടെ ജലസംഭരണികൾ, വെൽസ് കിണറുകൾ, ഇതൊക്കെ ഉള്ളതാണ്. ദീസ് ഇൻക്ലൂഡ് സർഫേസ് വാട്ടർ റിസോഴ്സസ് ആൻഡ് അണ്ടർഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. ഇതിലെന്താണ്, ചിലത് ഉപരിതലത്തിലുള്ള ജലസ്രോതസ്സുകളാണ്, ചിലത് എന്താണ്, അണ്ടർഗ്രൗണ്ടിലുള്ളതാണ്. വൈൽ സർഫേസ് വാട്ടർ സോഴ്സസ് ആർ ഫൗണ്ട് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത്, അണ്ടർഗ്രൗണ്ട് സോഴ്സസ് ആർ ഫൗണ്ട് ജസ്റ്റ് ബിനീത്ത് ദ സർഫേസ് ഇൻസൈഡ് ദ എർത്ത്. അപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ ഈ സർഫേസിൽ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ആ ഒരു പുറമേ കാണുന്നതാണ് അല്ലേ. പക്ഷേ ഔട്ട്സൈഡിലുള്ള വെള്ളം എന്ന് പറയുന്നത്, അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നിട്ട് ഭൂമിയുടെ ഇൻസൈഡിലായിട്ട്, എർത്തിൻ്റെ ഇൻസൈഡിലായിട്ട് കാണപ്പെടുന്നതാണ്. Then complete the concept map after observing the given pictures. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം അതിന് താഴെയുള്ളത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്തൊക്കെയാണുള്ളത്, വെല്ല്, ലേക്ക്, സ്പ്രിങ്, ബോർവെൽ, റിവർ, ഓഷ്യൻ. ദെൻ സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാപ്പാണ് തന്നിട്ടുള്ളത്. സർഫേസ് വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണ്, അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതേണ്ടത്. അപ്പോൾ സർഫേസ് വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, റിവർ, ഓഷ്യൻസ്, ലേക്ക്. അണ്ടർഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത് സ്പ്രിങ്, ബോർവെൽ, വെല്ല്, ഇത്രയുമാണ് ഉള്ളത്. Then what are the water sources that we use for our daily life? നമ്മുടെ ഡെയിലി ലൈഫിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്, സ്പ്രിങ് നീരുറവകൾ ഉപയോഗിക്കുന്നതുണ്ട്, വെല്ല്, ബോർവെല്ല്, റിവർ, ലേക്ക്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. In spite of continuous usage by living beings, why doesn't the water run out? അപ്പോൾ ജീവജാലങ്ങൾ ഭൂമിയിലെ വെള്ളം നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് അത് തീർന്നു പോവാത്തത്, എന്താണ്, ആസ് എ റിസൾട്ട് ഓഫ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഇൻ ദ ഹൈഡ്രോസ്ഫിയർ, വാട്ടർ ഇൻ ദ വാട്ടർ സോഴ്സസ് ഡു നോട്ട് ഗെറ്റ് എ ഡിപ്ലീറ്റഡ് ഡിസ്പൈറ്റ് ഇറ്റ്സ് യൂസ്. അപ്പോൾ നമുക്കൊരറിയാം, ഒരു വാട്ടർ സർക്കിൾ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു സർക്കിൾ ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് എന്ത് സംഭവിക്കും, ജലം ഉപയോഗിച്ച് കഴിഞ്ഞ് വീണ്ടും അത് ഭൂമിയിലേക്ക് എത്തുകയും വീണ്ടും നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഹൈഡ്രോസ്ഫിയർ നമുക്കുണ്ട്. സോ എന്താണ് ഹൈഡ്രോസ്ഫിയർ? ദ ഹൈഡ്രോസ്ഫിയർ ഈസ് ദ ടോട്ടൽ മാസ് ഓഫ് വാട്ടർ ഫൗണ്ട് ഇൻ ദ എർത്ത് സർഫേസ്, ഇന്റീരിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് സ്റ്റേറ്റ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റുകളിൽ ഭൂമിയുടെ ഉപരിതലത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഇന്നറിലും, അതിൻ്റെ
ഉള്ളിലും കാണപ്പെടുന്ന ജലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി എന്താണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നുണ്ട്. വാട്ടർ സൈക്കിൾ ഈസ് ദ കണ്ടിന്യൂസ് സർക്കുലേഷൻ ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് അണ്ടർ ദ സർഫേസ് ആൻഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഭൂമിക്കുള്ളിലും അതുപോലെ തന്നെ അതിൻ്റെ പുറത്തും അതിൻ്റെ അന്തരീക്ഷത്തിലും ജലത്തിൻ്റെ ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഒരു പിക്ചർ നോക്കി നോക്കൂ. വാട്ടർ സൈക്കിൾ എന്താണെന്ന് പറയുന്നുണ്ട്. ഓഷ്യൻസിലെ വാട്ടർ നേരെ പോവുകയാണ്, എന്താ കണ്ടൻസേഷൻ വഴി പോയി മേഘങ്ങളിലേക്ക് എത്തും. പിന്നെ അത് എന്തുന്നുണ്ട്, അതിൽ മേഘത്തിൽ നിന്നും വീണ്ടും താഴേക്ക് പെർസ്പിറ്റേഷൻ വഴി താഴേക്ക് വരുന്നുണ്ട്. അത് റിവറിലോ ലേക്സിലോ അതുപോലെ തന്നെ സ്നോ കവറോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പോയി നിൽക്കും. അപ്പോൾ ഇതെന്താണ്, നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. ഒരു സർക്കിൾ പോലെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വാട്ടർ സൈക്കിൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ഹാവൻ യു ഒബ്സർവ് ദ പിക്ചർ? നമ്മൾ ഈ ഒരു പിക്ചർ നോക്കിയല്ലേ, ഇവിടെ എന്താണ് ഇവാപ്രേഷൻ, എന്താണ് കണ്ടൻസേഷൻ, എന്താണ് പെർസ്പിറ്റേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവാപ്രേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ബാഷ്പീകരണം എന്ന് പറയും. ദ പ്രോസസ് ബൈ വിച്ച് എ ലിക്വിഡ് ചേഞ്ച് ഇൻ ടു ഗ്യാസസ് ഫോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹീറ്റ്. അഥവാ ഹീറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഒരു ലിക്വിഡിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ലിക്വിഡിലുള്ളതിനെ നമ്മൾ ഗ്യാസസ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. ഇനി കണ്ടൻസേഷൻ അല്ലെങ്കിൽ ഘനീകരണം എന്ന് പറയും. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ വേപ്പർ ഇൻ ദ എയർ കൂൾസ് ടു ഫോം വാട്ടർ. അത് വായുവിലുള്ള ആ ഒരു വാട്ടർ വേപ്പറിനെയൊക്കെ അതിനെ തണുപ്പിച്ചിട്ട് വീണ്ടും വാട്ടർ ആക്കിയിട്ട് മാറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ പെർസ്പിറ്റേഷൻ ആണ്, അഥവാ വർഷണം എന്ന് പറയും. ദ പ്രോസസ് ബൈ വിച്ച് വാട്ടർ പാർട്ടിക്കിൾസ് ഫോൾ ഓൺ ദ എർത്ത് ആസ് ദ ക്ലൗഡ്സ് cannot hold it further due to the increased weight and size as a result of continuous condensation. അപ്പോൾ തുടർച്ചയായിട്ട് ഇവിടെ കണ്ടൻസേഷൻ നടക്കുന്നത് വഴി എന്ത് സംഭവിക്കും, മേഘങ്ങളിൽ ആ ഒരു അതിൻ്റെ വാട്ടറിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അല്ലേ, അതിൻ്റെ സൈസും കൂടും, അതുപോലെ തന്നെ അതിൻ്റെ വെയിറ്റും കൂടും. അപ്പോൾ അതെന്ത് സംഭവിക്കും, അതിനവിടെ നിൽക്കാൻ വേണ്ടി പറ്റാതെ അത് വീണ്ടും ഭൂമിയിലേക്ക് തന്നെ പതിക്കും. അതിനെയാണ് പെർസ്പിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ദ ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് ടേൺസ് ഇൻ ടു വേപ്പർ ത്രൂ ഇവാപ്രേഷൻ. അപ്പോൾ ഇവാപ്രേഷൻ വഴി നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ സോഴ്സ് ഓഫ് വാട്ടറിൽ നിന്നും ഇവാപ്രേഷൻ വഴി വീണ്ടും അത് അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ദ വേപ്പർ തേഴ്സ് ഫോംഡ് ബിക്കംസ് ക്ലൗഡ്സ് ത്രൂ കണ്ടൻസേഷൻ. അപ്പോൾ കണ്ടൻസേഷൻ വഴിയാണ് ഈ വേപ്പർ എന്താവുന്നത്, ക്ലൗഡിലേക്ക് എത്തിച്ചേരുന്നത്. ഇൻ അഡീഷൻ ടു ക്ലൗഡ്സ്, ഫോഗ് ആൻഡ് ഡ്യൂ ആർ അതർ ഫോംസ് ഓഫ് കണ്ടൻസേഷൻ. അപ്പോൾ അത് ഫോഗ് ആയിട്ട് അല്ലെങ്കിൽ ഡ്യൂ ആയിട്ട് ക്ലൗഡ്സ് ആയിട്ടൊക്കെ അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻസേഷൻ്റെ അതർ ഫോംസ് ആണ് ഇതൊക്കെ പറയുന്നത്. വാട്ടർ ഡ്രോപ്പ് ലെസ് ഫ്രം ദ ക്ലൗഡ് റീച്ച് ദ എർത്ത് ത്രൂ പെർസ്പിറ്റേഷൻ. അപ്പോൾ പെർസ്പിറ്റേഷൻ വഴി എന്ത് ചെയ്യും, വാട്ടറിൻ്റെ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ക്ലൗഡിലേക്ക് എത്തിച്ചേരും. റെയിൻ, സ്നോ ഫോൾ ആൻഡ് ഹെയിൽ സ്റ്റോൺ ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പെർസ്പിറ്റേഷൻ. അപ്പോൾ ഈ പെർസ്പിറ്റേഷൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് എന്ത് പറയുന്നത്, മഴ, സ്നോഫോൾ, മഞ്ഞ് വീഴ്ച, അതുപോലെ തന്നെ ഹെയിൽ സ്റ്റോൺസ്, ആലിപ്പഴം വീഴുക എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ മറ്റ് ഫോംസ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് നോക്കൂ. ദ വാട്ടർ ഇൻ ദ ഹൈഡ്രോസ്ഫിയർ മൂവിങ് സൈക്ലിക്കലി through the process of evaporation, condensation and precipitation is known as water cycle. അപ്പോൾ വാട്ടർ സൈക്കിളിലൂടെ നമുക്കറിയാം ഈ 3 പ്രോസസ്സിലൂടെയാണ് വീണ്ടും എന്ത് സംഭവിക്കുന്നത്, ഹൈഡ്രോസ്ഫിയറിൽ വാട്ടർ എത്തുന്നത്. അപ്പോൾ ഇതിനെയാണ് വാട്ടർ സൈക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ടർ ഈസ് ദ ഇൻവിറ്റബിൾ ഫാക്ടർ ആസ് ദ സർവൈവൽ ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്ത ഒന്ന് തന്നെയാണ് വെള്ളം എന്ന് പറയുന്നത്. ബട്ട് ഈസ് വാട്ടർ ഡിസ്ട്രിബ്യൂട്ടഡ് എവ്രിവെയർ ഓൺ എർത്ത്. പക്ഷേ ഭൂമിയുടെ എല്ലാ സ്ഥലത്തും നമുക്ക് എന്തുണ്ട്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഒബ്സർവ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ബേസ്ഡ് ഓൺ ദ ഗിവൻ പിക്ചർ. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് വെള്ളം ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓഷ്യൻ വാട്ടർ ആൻഡ് അതർ സീലൈൻ വാട്ടർ ആണ് എത്ര പെർസെൻറ്റേജ് ആണ്, 97% ആണ് ഉള്ളത്. ഇതിൽ തന്നെ എന്തുണ്ട്, വാട്ടർ ഇൻ ഐസ് ഷീറ്റ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സിൽ വരുന്നത് 68% ആണ്. അതെന്താണ്, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റാത്തതാണ്, മഞ്ഞായിട്ടും മറ്റുമൊക്കെ നിലനിൽക്കുന്നതാണ്. ദെൻ ഫ്രഷ് വാട്ടർ അവിടെ പറയുന്നുണ്ട്, ആകെ എത്രയുള്ളത്, 3% ആണ് ഉള്ളത്. അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണെങ്കിൽ 30.1% ആണ്. സർഫേസ് വാട്ടർ ആണെങ്കിൽ 0.3%. അതേഴ്സ് എത്രയാണ്, 0.9% ആണ് ഉള്ളത്. സോ ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് 97% ഓഫ് വാട്ടർ ഓൺ ദ എർത്ത് ഈസ് സീലൈൻ വാട്ടർ. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്താണ്, 97% വെള്ളവും എവിടെയാണുള്ളത്, ഓഷ്യൻസിലാണ് ഉള്ളതെന്ന് മനസ്സിലായി. ഓൺലി 3%
പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വാട്ടർ ഓൺ ദ എർത്ത് ഈസ് ഫ്രഷ് വാട്ടർ. അപ്പോൾ ഭൂമിയിലുള്ളതിൽ 3% വെള്ളം മാത്രമേ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ളൂ. എ മേജർ ക്വാണ്ടിറ്റി ഓഫ് ദീസ് ഫ്രഷ് വാട്ടർ ലൈസ് ഫ്രോസൺ ഇൻ ഐസ് ഷീറ്റ്സ് ആൻഡ് ഗ്ലേഷ്യേഴ്സ്. മാത്രമല്ല ഇതിൽ തന്നെ എന്തുണ്ട്, ഭൂരിഭാഗം അഥവാ 68% എന്താണ് ബാക്കിയുള്ളത്, ഹിമയായിട്ടും അതുപോലെ തന്നെ ഗ്ലേഷ്യേഴ്സ് ആയിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. സോ ഹെൻസ് വെരി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫ്രഷ് വാട്ടർ ഈസ് അവൈലബിൾ ഫോർ ലിവിങ് ബീയിങ്സ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ തുച്ഛമായിട്ടുള്ള വളരെ ലിമിറ്റ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. Then, just like fresh water, marine water is also essential for the existence of human being. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് ഭൂമിയിലെ മനുഷ്യരുടെ നിലനിൽപ്പിനും സമുദ്രജലവും അനിവാര്യമാണ്, നമുക്ക് മനസ്സിലായി. ഓഷ്യൻസ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ റെഗുലേറ്റിംഗ് ദ വെദർ ആൻഡ് സപ്പോർട്ടിംഗ് ഹാബിറ്റേറ്റ്സ്. കാരണം എന്താണ്, ഇതാണ് കണ്ടൻസേഷനും അതുപോലെ തന്നെ പ്രെസിപ്പിറ്റേഷനും ഒക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ അത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ സമുദ്രത്തിലും വെള്ളം വേണം. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് റിസോഴ്സസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിലും അതുപോലെ ഈ ഹാബിറ്റേറ്റ്സിനെ നിയന്ത്രിക്കുന്നതിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കെന്ന് പറയുന്നത് നമ്മുടെ സീക്കും ഉണ്ട്, ഓഷ്യൻസിനുമുണ്ട്. അപ്പോൾ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വിഭവങ്ങളും മറ്റുമൊക്കെ നമ്മുടെ ഓഷ്യൻസ് നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യവും അറിയാം. ഇനി ഓഷ്യൻസിനെ കുറിച്ചിട്ടാണ് അടുത്തത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഒബ്സർവ് ദ പ്ലക്കാർഡ്സ് പ്രിപ്പയർ ബൈ ചിൽഡ്രൻ ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് ഓഷ്യൻ ഡേ. വേൾഡ് ഓഷ്യൻ ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പ്ലക്കാർഡ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. കൺസേർവ് ഓഷ്യൻസ്, പ്രിസർവ് ലൈഫ് ഓൺ എർത്ത്. എന്താണ്, സമുദ്രങ്ങൾ സംരക്ഷിക്കൂ, ഭൂമിയിലെ ജീവൻ നിലനിർത്തൂ. കൺസേർവ് ഓഷ്യൻസ്, സെക്യൂർ അവർ ലൈഫ്. എന്താണ്, സമുദ്രങ്ങൾ സംരക്ഷിക്കൂ, നമ്മുടെ ഭാവി സെക്യൂർ ആക്കൂ. ഓഷ്യൻസ് ആർ നോട്ട് എ ഗാർബേജ് ക്യാൻസ്, ദേ ആർ ട്രഷർ ഹൗസ് ഓഫ് റിസോഴ്സസ്. എന്താ പറയുന്നത്, സമുദ്രങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഗാർബേജ് ക്യാൻസ് അല്ല, അതെന്താണ്, ഒരുപാട് റിസോഴ്സസിന്റെ ട്രഷർ ആണെന്നാണ് പറയുന്നത്. ഓഷ്യൻസ് പ്ലേ എ വൈറ്റൽ റോൾ ഈ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത്. അപ്പോൾ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ഓഷ്യൻസ് വഹിക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, റോൾ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് മോർ ഫീച്ചേഴ്സ് ഓഫ് ഓഷ്യൻസ്. അപ്പോൾ ഓഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് കടക്കാം. ദെൻ ഇവിടെ ആദ്യം തന്നെ വേൾഡ് ഓഷ്യൻ ഡേയെ കുറിച്ച് പറയുന്നുണ്ട്. വേൾഡ് ഓഷ്യൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ June 8 എവറി ഇയർ. അപ്പോൾ എല്ലാ വർഷവും June 8 നമ്മൾ വേൾഡ് ഓഷ്യൻ ഡേ ആചരിക്കാറുള്ളത്, സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ഡേ ഈസ് ടു റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഷ്യൻസ് ഇൻ അവർ ലൈഫ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമാണ് ഇതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഘോഷിക്കുന്നത്. ദ അൺസയൻറ്റിഫിക് ഇൻ്റർവെൻഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് എഫക്ട് ദ മറൈൻ ഹാബിറ്റേറ്റ് അഡ്വേഴ്സ്ലി. മാത്രമല്ല മനുഷ്യരുടെ അശാസ്ത്രീയമായിട്ടുള്ള ഇടപെടലുകളൊക്കെ സമുദ്രത്തിൻ്റെ തന്നെ ഹാബിറ്റേറ്റിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട് അല്ലേ. ദെർഫോർ ദിസ് ഡേ റിമൈൻഡ്സ് us ഓഫ് ദ നീഡ് ടു കൺസേർവ് ഓഷ്യൻസ്. അപ്പോൾ ഈ ദിവസത്തിലെങ്കിലും നമ്മൾ ഇതിൻ്റെ സംരക്ഷിക്കേണ്ടത് ആവശ്യകതയെ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം. ഓഷ്യൻസ് ആർ വാസ്റ്റ് വാട്ടർ ബോഡീസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് എമംഗ് കോണ്ടിനെൻറ്റ്സ്. അപ്പോൾ കോണ്ടിനെൻറ്റ്സിൻ്റെ ഇടയിലാണ് ഈ ഒരു വലിയ ഏരിയയിലുള്ള ഈ ഒരു എന്താ പറയുന്നത് വാട്ടർ ബോഡീസ് നിലനിൽക്കുന്നത്. സീസ് ആൻഡ് പേസ് ആർ പാർട്സ് ഓഫ് ദ ഓഷ്യൻസ്. അപ്പോൾ നമുക്കറിയാം എന്തുണ്ട്, കടലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ തീരങ്ങളും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കടലുകളും അതിൻ്റെ ഉൾക്കടലുകളുമാണ് സമുദ്രത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഓഷ്യൻസ് ഈസ് നോൺ ആസ് ഓഷ്യനോഗ്രാഫി. അപ്പോൾ ഈ ഓഷ്യൻസിനെ കുറിച്ചൊരു സയൻറ്റിഫിക് ആയിട്ട് പഠിക്കുന്ന ആ ഒരു സ്റ്റഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഷ്യനോഗ്രാഫി എന്ന് പറയുന്നത്. Then oceanography helps us understanding the complex movement of water in oceans. അപ്പോൾ ഓഷ്യൻസിൽ ഉണ്ടാവുന്ന ഇതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു പഠനത്തിലൂടെ സഹായിക്കുന്നുണ്ട്. മോർ ഓവർ ദ സ്റ്റഡി ഹെൽപ്സ് ഇൻ അഡ്രസ്സിങ് ചലഞ്ചസ് ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ഓഷ്യൻ പൊല്യൂഷൻ ആൻഡ് ഡിപ്ലീഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. മാത്രമല്ല ഈ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന ചേഞ്ചസുകൾ അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ എന്താ പറയുക പൊല്യൂഷൻസ്, അതിലുണ്ടാവുന്ന ഡിപ്ലീഷൻസ്, ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവുന്ന ശോഷണങ്ങൾ, അതിനെക്കുറിച്ച് ഒക്കെ ഈ ഒരു പഠനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്. ദെൻ ഇനി ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സീ ഏതാണ്, ബേ ഏതാണ്, സ്ട്രെയിറ്റ് ഏതാണ്, ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സീ എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് ഓഷ്യൻ ദാറ്റ് ഈസ് പാർഷ്യലി സറൗണ്ടഡ് ബൈ ലാൻഡ് ഈസ് കോൾഡ് എ സീ. ഏതാണ് ഇത്, അറേബ്യൻ സീ ആണ്. ഭാഗികമായിട്ട് കരയാൽ ചുറ്റപ്പെട്ട ഒരു സമുദ്രഭാഗമാണ് കടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് കടലാണ്, അറേബ്യൻ സീ ആണ് ഉള്ളത്. ഇനി അതിൻ്റെ ബേ അഥവാ ഉൾക്കടൽ എന്ന് പറയുന്നത് എ ബേ ഈസ് എ പാർട്ട് ഓഫ് ഓഷ്യൻ ദാറ്റ് എക്സ്റ്റെൻഡ്സ് ഇൻ ദ ലാൻഡ്. എക്സാമ്പിൾ ബേ ഓഫ് ബംഗാൾ. അപ്പോൾ എന്താണ് ബേ എന്ന് പറഞ്ഞാൽ, കരഭാഗത്തിനുള്ളിൽ കയറി കിടക്കുന്ന സമുദ്രത്തിൻ്റെ ഭാഗങ്ങളെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്, ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ബേ എന്ന് പറയുന്നത്. ഇനി സ്ട്രൈറ്റ് അഥവാ കടലിടുക്ക് എന്ന് പറയുന്നതാണ് എ സ്ട്രൈറ്റ് ഈസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് വാട്ടർ ദാറ്റ് കണക്ട്സ് ടു
seas or oceans and it is located between land and areas, the bulk strait. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കടലുകളുടെയോ സമുദ്രഭാഗങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും കരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്നതുമായ വീതി കുറഞ്ഞ ഒരു ഭാഗത്തെയാണ് നമ്മൾ കടലെടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കടലെടുക്ക് എന്ന് പറയുന്നത് പാക് സ്ട്രേറ്റ് അഥവാ പാക് കടലെടുക്കാണ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത്. Then observe the world map and list out the oceans. ഇനി എന്ത് ചെയ്യണം, വേൾഡ് മാപ്പ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് നമ്മൾ ഏതൊക്കെയാണ് മാപ്പ് എന്നുള്ളത് നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ മാപ്സ് ആണുള്ളത്? പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, സദേൺ ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് ആർട്ടിക് ഓഷ്യൻ. ഇത്രയും ഓഷ്യൻസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി ഇന്ത്യൻ വുമൻസ് ക്രോസ് പോയിന്റ് നെമോ ഇൻ INCV ടാരിനി. എന്താ പറയുന്നത്? ഈ INAയുടെ ഭാഗമായിട്ടുള്ള താരിണിയിൽ പോയിന്റ് നിമോ മറികടന്ന് ഇന്ത്യൻ വനിതകൾ എന്ന് പറയുന്നുണ്ട്. ഡൽഹി ഇന്ത്യൻ നാവൽ ഓഫീസേഴ്സ് Lieutenant Commander Dilna K and Ruba A crossed point Nemo on January 30th, 2025 as part of Sagar Parikrama II, a naval exercise to circumnavigate the world ബൈ സി എന്നാ പറയുന്നത്. അഥവാ നാവിക സാഗർ പരിക്രമ 2ന്റെ ഭാഗമായിട്ട് സമുദ്രമാർഗം ലോക പര്യടനം നടത്തിയ ഇന്ത്യൻ നാവികസേനയുടെ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന കെ, രൂപ എ എന്നിവർ 2025 ജനുവരി 30 പോയിന്റ് നിമോ എന്ന് പറയുന്നത് മറികടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് പോയിന്റ് നിമോ എന്ന് നമുക്ക് അറിയണം അല്ലേ? നമ്മൾ കേട്ടിട്ടില്ല. ഹാവ് യു ഹേർഡ് ഓഫ് പാർട്ട് ഓഫ് ദ ഓഷ്യൻ പോയിന്റ് നിമോ? നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. പോയിന്റ് നിമോ ഈസ് ദ ഫാർത്തസ്റ്റ് പോയിന്റ് ഓൺ ഓഷ്യൻ ഫ്രം ദ ലാൻഡ്. അപ്പോൾ കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സമുദ്രത്തിന്റെ ഭാഗമാണ് പോയിന്റ് നിമോ എന്ന് പറയുന്നത്. ഫ്രം ദിസ് പോയിന്റ് വൺ ഹാസ് ടു ട്രാവൽ മോർ ദാൻ 2000 കിലോമീറ്റർ ടു റീച്ച് ദ നിയറസ്റ്റ് പോയിന്റ് ഓൺ ലാൻഡ്. അപ്പോൾ ഈ കേന്ദ്രത്തിൽ നിന്നും തൊട്ടടുത്തുള്ള കരയിലെത്താൻ 2000 കിലോമീറ്റർ അധികം നമ്മൾ സഞ്ചരിക്കണം. പോയിന്റ് നെമോ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ പസഫിക് ഓഷ്യൻ. അപ്പോൾ ഇത് പസഫിക് ഓഷ്യനിലാണ് ഇത് നിലനിൽക്കുന്നത്. അപ്പോൾ അതാണ് ഇവർ മറികടന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പസഫിക് ഓഷ്യനെ കുറിച്ചിട്ട് പഠിക്കാം. ഇവിടെ പസഫിക് ഓഷ്യനെ കുറിച്ചിട്ട് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് നമുക്കത് വായിക്കാം. ദ നെയിം പസഫിക് വാസ് ഗിവൺ ബൈ Ferdinand Magellan and an explorer. Magellan called it Mar Pacifico, which means peace. He named the Pacific because he felt that it was calmer than the Atlantic Ocean. അപ്പോൾ ലോക സഞ്ചാരിയായിട്ടുള്ള ഫെർഡിനൻഡ് മഗല്ലയാണ് പസഫിക് സമുദ്രത്തിന് ഈ പേര് നൽകിയിട്ടുള്ളത്. അദ്ദേഹം അതിനെ വിളിച്ചത് മാർ പസഫിക്കോ എന്നായിരുന്നു. ഈ വാക്കിന് ശാന്ത, പീസ് എന്നാണ് അർത്ഥമുള്ളത്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തേക്കാൾ ശാന്തമായിട്ടുള്ള വളരെ പീസ്ഫുൾ ആയിട്ടുള്ള സമുദ്രമാണ് പസഫിക് എന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിളിച്ചത്. ദ പസഫിക് ഓഷ്യൻ ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് ഡീപ്പസ്റ്റ് ഓഷ്യൻ. അപ്പോൾ വളരെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഷ്യൻ ആണ് പസഫിക് ഓഷ്യൻ. അബൌട്ട് 1/3 ഓഫ് ദ എർത്ത് സർഫേസ് ഈസ് കവേർഡ് ബൈ ദിസ് ഓഷ്യൻ. അപ്പോൾ നമ്മുടെ എന്താ പറയുക 1/3 കവർ ചെയ്തിരിക്കുന്നത് എന്താണ്? നമ്മുടെ ഈ ഭൗമോപരിതലത്തെ 1/3 ഭാഗവും ഈ സമുദ്രം കൊണ്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് ഏറ്റവും എന്താ പറയുക ഡീപ്പസ്റ്റും ലാർജസ്റ്റും ആണെന്ന് പറഞ്ഞത്. Then observe the map and find the continent that are bordered by the Pacific Ocean. അപ്പോൾ ഈ പസഫിക് ഓഷ്യന് കവർ ചെയ്തിട്ടുള്ള ബോർഡേഴ്സ് ഏതൊക്കെയാണ് നമ്മളെടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മാപ്പ് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഏതൊക്കെ ബോർഡേഴ്സ് ആണ് അതിന് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു തരാം ഏതൊക്കെ ബോർഡർ ആണെന്ന് ചോദിച്ചാൽ ഏഷ്യ, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, ഇതൊക്കെയായിരുന്നു അതിൻ്റെ ബോർഡേഴ്സ് എന്ന് പറയുന്നത്. ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ഐലൻഡ് ആർ ഫോൺ ഇൻ ദിസ് ഓഷ്യൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐലൻഡുകൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഫിലിപ്പീൻസ്, ജപ്പാൻ, ഹവായ് ആൻഡ് ന്യൂസിലാൻഡ് ആർ സം ഓഫ് ദ മേജർ ഐലൻഡ്സ് ഇൻ സ്പെസിഫിക്. അപ്പോൾ ഇതൊക്കെയാണ് സ്പെസിഫിക്കിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഐലൻഡ്സ് എന്ന് പറയുന്നത്. ദ ചലഞ്ചർ ഡീപ്പ് ഇൻ ദ മാരിനോ ട്രെഞ്ച് ലൊക്കേറ്റഡ് ഇൻ ദ പസഫിക് ഓഷ്യൻ ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഓൺ ദ എർത്ത്. അപ്പോൾ ഭൂമിയിലെ തന്നെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ട്രെഞ്ചിലെ ചലഞ്ചർ എന്ന് പറയുന്ന ഒരു ഡീപ്പ് അത് ഇവിടെയാണ് നിലനിൽക്കുന്നത്. സെവറൽ ട്രെഞ്ചസ് ആൻഡ് ആക്റ്റീവ് വോൾക്കാനോസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ഓഷ്യൻ. മാത്രമല്ല ഈ ഓഷ്യനിലെ മറ്റുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്ന വോൾക്കാനോസും അതുപോലെ ട്രെഞ്ചസ് ഒക്കെ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. ദെൻ കംപ്ലീറ്റ് ദ ലിസ്റ്റ് റിലേറ്റഡ് ടു ദ പസഫിക് ഓഷ്യൻ. അപ്പോൾ പസഫിക് ഓഷ്യനെ കുറിച്ചുള്ള ഒരു ടേബിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മളുടെ അടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് മേജർ ഐലൻഡ്സ്, ഏതൊക്കെയാണ് ദ്വീപുകൾ, ഏതൊക്കെയാണ് ഫിലിപ്പൈൻസ്, ജപ്പാൻ, ഹവാലി, ന്യൂസിലൻഡ്. ദ ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ജലഞ്ചർ ഡീപ്പാണ്. കോണ്ടിനൻസ് ബോർഡറിംഗ് ദ ഓഷ്യൻ എന്ന് പറയുന്നത് ഏഷ്യ, ഓസ്ട്രേലിയ, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക. ഓക്കെ, ഇത്രയുമാണ്. അപ്പോൾ സ്പെസിഫിക് ഓഷ്യനെ കുറിച്ച് നമ്മൾ പഠിക്കൽ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ അറ്റ്ലാന്റിക് ഓഷ്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ടൈറ്റാൻ സബ്മേഴ്സിബിൾ
ഇംബോൾഡേഴ്സ്. എന്താണ്? ടൈറ്റാൻ എന്ന് പറയുന്നത് ഒരു സബ്മേഴ്സിബിൾ ആണ്, അഥവാ അന്തർവാഹിനിയാണ്. അത് ആകെ തകർന്നു വീണു. വാഷിംഗ്ടൺ, ദ ടൈറ്റൻ സബ്മേഴ്സിബിൾ ഇംബോൾസ് ആഫ്റ്റർ ലോസിംഗ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ മദർ വെസൽ ദ പോളാർ പ്രിൻസ്, എ ടീം ഓഫ് 5 who went to explore the remains of the Titanic that sunk in the Atlantic Ocean in 1912 were on board with the accident occurred. അപ്പോൾ വാഷിംഗ്ടണിലാണ് മാതൃപേടകമായിട്ടുള്ള പോളാർ പ്രിൻസ് കപ്പലുമായിട്ട് ആശയവിനിമയം ബന്ധം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് സമുദ്രപേടകമായിട്ടുള്ള ടൈറ്റൻ തകർന്നടിച്ചു. 1912 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് യാത്ര തിരിച്ച 5 അംഗ സംഘമാണ് അപകടത്തിൽ പെട്ടത്. അപ്പോൾ ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു ആഡംബര കപ്പലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ നോക്കാൻ പോയ ആളുകളായിരുന്നു അവരും അപകടത്തിൽ പെട്ടു എന്നാണ് പറയുന്നത്. Then let's get familiarized with the features of the Atlantic Ocean that are referred to in the news. ഈ ന്യൂസിൽ നിന്ന് തന്നെ നമുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. The Atlantic Ocean is the second largest ocean. അപ്പോൾ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനമുള്ളതാണ്. Then it appears like the letter S in the English alphabet. അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ S എന്ന് പറയുന്ന ലെറ്ററുമായി തോന്നുന്ന രീതിയിലാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവും. The busiest sea route in the world is situated in the Atlantic Ocean. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കേറിയ സമുദ്രപാതയുള്ളതും എവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യനിൽ തന്നെയാണ്. The oceanic ridge called the Mid-Atlantic Ridge situated in the middle of the ocean in another features of the Atlantic. അപ്പോൾ സമുദ്രത്തിന്റെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സമുദ്രാർദ്ധ പർവ്വത നിരയായ മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിരയുള്ളത് ഇവിടെയാണ്. ഇതാണ് ഇതിന്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്. The Milwaukee Deep is the Puerto Rico Trench is the deepest point. മാത്രമല്ല പ്യൂറോട്ടോ റിക്കോ ട്രെഞ്ചിലെ മിൽവോക്കി ഡീപ്പാണ് സമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. ട്രെഞ്ച് ഈസ് ദ അതുപോലെ ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ഐസ്ലാൻഡ് ആർ സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഐലൻഡ് ഇൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പോൾ ന്യൂ ഫൗണ്ട്ലാൻഡ്, ഐസ്ലാൻഡ് എന്നൊക്കെ പറയുന്നതാണ് ഈ ഒരു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനമായിട്ടുള്ള ഐലൻഡുകൾ എന്ന് പറയുന്നത്. ദെൻ find the continents that are bordered by Atlantic Ocean with the help of an atlas or a globe. അപ്പോൾ ഗ്ലോബിൻ്റെയും അറ്റ്ലസിൻ്റെയും സഹായത്തോട് കൂടിയിട്ട് താഴെയുള്ള ഐഡൻറ്റിറ്റി കാർഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എന്തൊക്കെയാണ് എഴുതി കൊടുക്കേണ്ടത്? ഫസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് പേരാണ്. എന്താണ്? ദ അറ്റ്ലാന്റിക് ഓഷ്യൻ എന്ന് എഴുതി കൊടുക്കുക. നാച്ചുറൽ ബോർഡേഴ്സ് നോർത്ത് ആർട്ടിക് ഓഷ്യന്, സൗത്ത് സദേൺ ഓഷ്യന്, ഈസ്റ്റ് യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക, വെസ്റ്റ് ആണെങ്കിൽ നോർത്ത് ആൻഡ് സൗത്ത് അമേരിക്ക. മേജർ ഐലൻഡുകൾ ന്യൂഫൗണ്ട്ലാൻഡ് ആൻഡ് ഐസ്ലൻഡ് ആണ്. ദെൻ ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിൽവാക്കി പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ ജസ്റ്റ് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ, വിഴിഞ്ഞം ഇന്റർനാഷണൽ ഹാർബർ ഓൺ ദ വിങ്സ് ഓഫ് ഡെവലപ്മെന്റ്. എന്താണ് വിഴിഞ്ഞം വികസനം? ആ ഒരു അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് വികസനത്തിന്റെ വിങ്സിലാണുള്ളത്. വിഴിഞ്ഞം സ്ക്രിപ്റ്റ് എ ന്യൂ ഹിസ്റ്ററി. വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു പുതിയ ചരിത്രം തന്നെയാണ് ഉണ്ടാക്കുന്നത്. വിഴിഞ്ഞം എ ന്യൂ ഗേറ്റ് വേ ഫോർ ഇന്ത്യ ടു ദ വേൾഡ്. ഇന്ത്യയുടെ പുതിയ ഒരു ലോക കവാടം തന്നെയാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്. യു ഹാവ് റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഹാവൻ യു വിച്ച് ഈസ് ദ ഓഷ്യൻ ബോർഡർ ദിസ് പോർട്ട്. അപ്പോൾ ഈ പോർട്ട് ഏത് ഓഷ്യനിലാണുള്ളത്? ഇതുള്ളത് ഇന്ത്യൻ ഓഷ്യനിലാണ്. ഓക്കെ, ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ ഓഷ്യനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. The Indian Ocean is the only ocean named after a country. ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ മാത്രമാണ്. ദിസ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദ വേൾഡ്. അപ്പോൾ വേൾഡിലെ തന്നെ 3-ാം സ്ഥാനമാണ് ഇന്ത്യൻ ഓഷ്യൻ ഉള്ളത്. ഫൈൻഡ് ദ കോണ്ടിനെന്റ്സ് ലൈങ് ക്ലോസ് ടു ദ ഇന്ത്യൻ ഓഷ്യൻ. അപ്പോൾ ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ചേർന്ന് കിടക്കുന്ന കോണ്ടിനെന്റ്സ് എന്ന് പറയുന്നത് ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ ഇതൊക്കെയാണ്. ദെൻ The Bay of Bengal and the Arabian Sea are part of the Indian Ocean. അപ്പോൾ ഇന്ത്യൻ ഓഷ്യയുടെ ഭാഗങ്ങളാണ് ഏത്? അറേബ്യൻ സീയും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാൾ എന്ന് അറിയപ്പെടുന്നത്. ജാവ ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പാർട്ട് ഇൻ ദിസ് ഓഷ്യൻ. അപ്പോൾ ജാവ ട്രെഞ്ച് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ആഴമേറിയ ഭാഗം എന്ന് പറയുന്നത്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, മാൽദീവ്സ് ആൻഡ് ശ്രീലങ്ക ആൻഡ് മേജർ ഐലൻഡ് ദിസ് ഓഷ്യൻ. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഐലൻഡുകൾ എന്ന് പറയുന്നത്. ദ മലാക്ക സ്ട്രേറ്റ് കണക്ട്സ് ദ ഇന്ത്യൻ ഓഷ്യൻ ഇൻ ദ പസഫിക് ഓഷ്യൻ. അപ്പോൾ പസഫിക് ഓഷ്യനെയും ഇന്ത്യൻ ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒന്നാണ് മലാക്ക
സ്ട്രേറ്റ് അഥവാ മലാക്ക കടലിടുക്ക് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ കോണ്ടിനെന്റ്സ് ദാറ്റ് ആർ ഷെയർ ദെയർ ബോർഡേഴ്സ് വിത്ത് ഇന്ത്യൻ ഓഷ്യൻ യൂസിങ് ആൻ അറ്റ്ലസ് ഓർ ഗ്ലോബ്. അപ്പോൾ ഗ്ലോബോ അറ്റ്ലസോ നോക്കിയിട്ട് ഇന്ത്യൻ സമുദ്രവുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. അപ്പോൾ ബോർഡറിംഗ് കൺട്രീസ് ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ശ്രീലങ്ക, മാൽദീവ്സ്, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, മ്യാൻമർ. ഇനി മെയിൻ ഐലൻഡുകൾ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, മാൽദീവ്സ്, ശ്രീലങ്ക ആൻഡ് മഡാസ്കർ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി അടുത്ത ഓഷ്യൻ എന്ന് പറയുന്നത് ദ സദേൺ ഓഷ്യനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സദേൺ ഓഷ്യൻ അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രം. ദ ഓഷ്യൻ ദാറ്റ് സറൗണ്ട്സ് അന്റാർട്ടിക്ക വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗ്ലോബ് ഓർ അറ്റ്ലസ്. അപ്പോൾ ഏതൊക്കെയാണ് ഇതിൻ്റെ കോണ്ടിനെന്റ്സ് എന്ന് നമുക്ക് നോക്കണം അല്ലേ. സദേൺ ഓഷ്യൻ ഗ്ലോബ് അറ്റ്ലസ് എന്ന് നിരീക്ഷിച്ചിട്ട് ഈ ഒരു ഭൂഖണ്ഡത്തിൽ വലയം ചെയ്തിരിക്കുന്ന ഓഷ്യൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ഓഷ്യനാണ് ഇവിടെ? നമ്മുടെ സദേൺ ഓഷ്യൻ ആണ്. സോ ദ സദേൺ ഓഷ്യൻ സറൗണ്ട്സ് അന്റാർട്ടിക്ക ടു ഓൾമോസ്റ്റ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മുടെ നമുക്ക് അന്റാർട്ടിക്ക അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ അന്റാർട്ടിക്കയിൽ 60% സൗത്ത് ലാറ്റിറ്റ്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു സദേൺ ഓഷ്യൻ എന്ന് പറയുന്നത്. അതുവരെയാണ് ഇതുള്ളത്. ദിസ് ഓഷ്യൻ ഷെയർസ് ഇറ്റ്സ് ബോർഡേഴ്സ് വിത്ത് ഓൾ ഓഷ്യൻസ് എക്സ്പെക്ട് ദ ആർട്ടിക് ഓഷ്യൻ. അപ്പോൾ ആർട്ടിക് സമുദ്രമല്ലാത്ത എല്ലാ സമുദ്രങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു സമുദ്രത്തിൽ 4ാം സ്ഥാനമുള്ള ഒന്ന് തന്നെയാണ് ഇത്. ദെൻ ഡോളമാൻ ഹേർഡ് ആർ സം ഓഫ് ദ ഐലൻഡ് ഇൻ ദിസ് ഓഷ്യൻ. അപ്പോൾ ഏതൊക്കെയാണ്? ഡോൾമാൻ, ഹേഡ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടുത്തെ ഐലൻഡുകൾ എന്ന് പറയുന്നത്. ദ ഫാക്ടോറിയൻ ഡീപ്പ് ഈസ് ദ സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദിസ് ഓഷ്യൻ. അപ്പോൾ ഈ ഒരു ഓഷ്യനിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് സൗത്ത് സാൻഡ്വിച്ച് ട്രെഞ്ച് ആണ്. ഓക്കെ, ഫാക്ടോറിയൽ എന്ന് പറയും, ഫാക്ടോറിയൽ ട്രെഞ്ച് എന്നും പറയും. ദെൻ നെക്സ്റ്റ് വണ് ആർട്ടിക് ഓഷ്യനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. ദ ആർട്ടിക് ഓഷ്യൻ ഈസ് സിറ്റുവേറ്റഡ് മോസ്റ്റ്ലി വിത്തിൻ ദ ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിളിൻ്റെ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ദ നോർത്ത് പോൾ ഈസ് ദ ആർട്ടിക് ഓഷ്യൻ. അപ്പോൾ നോർത്ത് പോൾ എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിക് സമുദ്രമാണ് ഉള്ളത്. ദെൻ ദിസ് ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് ദ ഷോളസ്റ്റ് ഓഷ്യൻ. ഇതാണ് ഏറ്റവും ചെറുതും ആഴം കുറഞ്ഞതുമായിട്ടുള്ളത്. ദിസ് സീ ഈസ് മോസ്റ്റ്ലി ഫ്രോസൺ ത്രൂ ഔട്ട് ദ ഇയർ. പക്ഷേ ഇതെന്താണ്? വർഷങ്ങളോളം മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ഓഷ്യനും കൂടെയാണ്. ദ മോളി ഡീപ്പ് ഈസ് ദ ഡീപ്പസ്റ്റ് പോയിന്റ് ഇൻ ദിസ് ഓഷ്യൻ. അപ്പോൾ ഈ ഒരു മോളായ് ഡീപ്പാണ് അവിടുത്തെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ദ ആർട്ടിക് ഓഷ്യൻ ഈസ് ദ നോർത്തേൺ മോസ്റ്റ് ബോർഡർ ഓഫ് ഏഷ്യ, യൂറോപ്പ് ആൻഡ് നോർത്ത് അമേരിക്ക. അപ്പോൾ ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലൂടെ വടക്ക് അതിർത്തിയിലാണ് ഈ ഒരു സമുദ്രം നിലനിൽക്കുന്നത്. ദെൻ കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് റിലേറ്റഡ് ടു ഓഷ്യൻസ്. അപ്പോൾ ഈ ഓഷ്യൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ഷീറ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഓഷ്യൻസ്, സദേൺ ഓഷ്യൻ അതിൻ്റെ സൈസ് എന്താണ്? 4th സ്ഥാനമാണുള്ളത്. ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ ഫാക്ടോറിയൻ പോയിന്റ് ആണ്. ആർട്ടിക് ഓഷ്യൻ എന്ന് പറയുന്നത് 5th പൊസിഷനാണുള്ളത്. ദ മോളി ഡീപ്പാണ് അതിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പസഫിക് ഓഷ്യൻ ഫസ്റ്റ് ആണുള്ളത് പൊസിഷനിൽ. ദ ചലഞ്ചർ ഡീപ്പാണ് അതിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്. ഫിലിപ്പൈൻസ്, ജപ്പാൻ, ഹവായ്, ന്യൂസിലാൻഡ് ഇതൊക്കെയാണ് മേജർ ഐലൻഡുകൾ. അറ്റ്ലാന്റിക് ഓഷ്യൻ എടുക്കുകയാണെങ്കിൽ 2ാമത്തേതാണ് സൈസിൽ. ദ മിൽവാക്കി ഡീപ്പാണ് അതിൻ്റെ പോയിന്റ് എന്ന് ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ഐസ്ലാൻഡ് ആണ് അവിടുത്തെ ഐസ്ലൻഡുകൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഷ്യൻ എടുക്കുകയാണെങ്കിൽ 3rd സ്ഥാനമാണ്. ദ ജാവ ട്രെഞ്ച് ആണുള്ളത്. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, മാൽദീവ്സ്, ശ്രീലങ്ക ഇത്രയുമാണ് അതിൻ്റെ ഐലൻഡുകൾ എന്ന് പറയുന്നത്. ഇവിടെ ശ്രീലങ്ക 6 ആണ് കേട്ടോ, T അല്ല, ശ്രീലങ്ക. ദെൻ ദ നെക്സ്റ്റ് വൺ ഓഷ്യൻ ആൻഡ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഓഷ്യൻസും അതിൻ്റെ മൂവ്മെൻറ്റ്സും എങ്ങനെയാണെന്നുള്ളത് അടുത്തതായിട്ട് നമുക്ക് നോക്കാം. ദെൻ the vast expanse of sand and endless sea that spread beyond the horizon. അതിവിശാലമായിട്ടുള്ള മണൽ പരപ്പുകൾ നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അനന്തമായിട്ടുള്ള സീക്കിൾസ് ആൻഡ് ഈഗിൾസ് ഫ്ലൈ ഇൻ സർക്കിൾസ്. മാത്രമല്ല കടൽ കാക്കകളും പരുന്തുകളൊക്കെ വട്ടമിട്ടിട്ട് പറക്കുന്നുണ്ട്. കനോൺസ് ആൻഡ് ബോട്ട്സ് സൈലിംഗ് അലോങ് ദ വേവ്സ്. ആ ഒരു വേവ്സിനോടൊപ്പം അവിടെ എന്തുണ്ട്? വഞ്ചുകളും ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. ദാറ്റ് ടച്ച് ദ ഷോർ വൺ ആഫ്റ്റർ ദ അതർ. ഒന്നിനു പുറകെ ഒന്നായിട്ട് തീരം തൊട്ട് തിരികെ പോകുന്ന തിരമാലകളുമാണ് ഉള്ളത്. സംടൈംസ് ദേ വുഡ് കെയേഴ്സ് മൈ ഫീറ്റ് സിംഗിങ് എ ലുലാബൈ. എന്താണ്? ചിലപ്പോൾ താരാട്ട് പാടിയിട്ട് എൻ്റെ കാലുകൾ ഇങ്ങനെ തഴുകിയിട്ട് പോകും. അറ്റ് ടൈംസ് ദേ വുഡ് ഡാഷ് on the
ഓൺ ടു ദ ഷോർ. മാത്രമല്ല ആ സമയത്തെ മറ്റ് ചില ശബ്ദങ്ങളോട് കൂടിയിട്ട് അത് കരയിലേക്കും വരും. എ നോട്ടി വേവ് മെയ്ഡ് വി മെറ്റ്. വളരെ കുസൃതി പിടിച്ച ആ ഒരു വേവ്സ് ഒക്കെ എന്നെ തഴുകിയിട്ട് പോകും. ദസ് ഐ ടേസ്റ്റഡ് സീ വാട്ടർ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ സീ വാട്ടർ രുചിച്ചത്. ഹൗ സോൾട്ടി ദ സീ വാട്ടർ ഈസ്. എന്ത് ഉപ്പാണ് ഈ ഒരു വെള്ളത്തിന് എന്ന് പറയുന്നത്. നമുക്കറിയാം സീ വാട്ടർ എന്താണ്, ഉപ്പ് രുചിയാണുള്ളത് അല്ലേ. ഹാവ് യു റീഡ് ദ നോട്ട് ബൈ ദിയ ആൻഡ് ഇടുക്കി. Diya from Idukki, who saw the sea from the first time when she met to a beach as part of a study tour. Have you seen waves? അപ്പോൾ എന്താ പറയുക, സ്റ്റഡി ടൂറിൻ്റെ ഭാഗമായിട്ട് ഇടുക്കി ജില്ലയിലുള്ള ദിയ എന്ന് പറയുന്ന കുട്ടി ആദ്യമായിട്ട് കടൽ കണ്ടപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ എഴുതി തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ വേവ്സ്. ആക്ച്വലി വാട്ട് ആർ വേവ്സ്? എന്താണ് വേവ്സ് എന്ന് പറഞ്ഞാൽ? വേവ്സ് ആർ മൂവ്മെൻറ്റ്സ് ക്രിയേറ്റഡ് ബൈ വിൻഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ ഓഷ്യൻസ്. അപ്പോൾ ഈ ഓഷ്യൻസിൻ്റെ സമുദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഒരു ചലനമാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ്സ് എന്ന് പറയുന്നത്. ഇത് ആര് കൊണ്ടുവരുന്നതാണ്? ദ എനർജി ഫ്ലോസ് ജനറേറ്റഡ് ബൈ ദ വിൻഡ് ക്രിയേറ്റ്സ് അപ്സ് ആൻഡ് ഡൗൺസ് ഓൺ ദ സർഫേസ് ഓഫ് ദ സീ. അപ്പോൾ ഈ സീയിൽ തന്നെ അതിൻ്റെ സർഫേസിൽ ഈ കാറ്റ് മൂലം ഉണ്ടാകുന്ന ഉയർച്ച അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ സൃഷ്ടിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു വേവ്സ് ഉണ്ടാകുന്നത്. വേവ്സ് ആർ യൂഷ്വലി ഫോംഡ് വെൻ ദ വിൻഡ് ബ്ലോസ് ഓവർ ദ സർഫേസ് ഓഫ് ദ വാട്ടർ. അപ്പോൾ ഈ ഒരു ജലോപരിതലത്തിൽ സ്പർശിച്ച് കാറ്റ് വീശുമ്പോഴാണ് സാധാരണയായിട്ട് എന്തുണ്ടാവുന്നത്, വേവ്സ് അവിടെ ഉണ്ടാവുന്നത്. ദീസ് കണ്ടിന്യൂസ് അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ദ സീ വാട്ടർ ആർ കോൾഡ് വേവ്സ്. അപ്പോൾ ഈ ഒരു സമുദ്രത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ്സ് എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് ദ വേവ്സ് ഇൻക്രീസസ് വിത്ത് റെസ്പെക്ട് ടു ദ ഇൻക്രീസ് ടു ദ ഇൻ ദ സ്പീഡ് ഓഫ് ദ വിൻഡ്. അപ്പോൾ വിൻഡിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് ഈ ഒരു വേവ്സിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ വലിപ്പം ഇൻക്രീസ് ചെയ്യുന്നത്. ഇൻ അഡീഷൻ ടു ദ വേവ്സ്, ഓഷ്യൻ വാട്ടർ മൂവ്മെൻറ്റ്സ് ഇൻക്ലൂഡ്സ് ഹൈ ടൈഡ്സ്, ലോ ടൈഡ്സ് ആൻഡ് ഓഷ്യൻ കറൻറ്റ്സ്. ലെറ്റ്സ് എക്സാമിൻ ദം ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ഈ തിരമാലകൾ കൂടാതെ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഹൈ ടൈഡ്സ് ഉണ്ടായിരിക്കും, ലോ ടൈഡ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഓഷ്യൻ കറൻറ്റ്സും ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചിട്ടാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് ആർ ഫിനോമിന ഓഫ് റൈസിങ് ആൻഡ് ഫോളിംഗ് ഓഫ് സീ ലെവൽ അറ്റ് ഫിക്സ്ഡ് ഇന്റർവെൽസ്. അപ്പോൾ ഒരു നിശ്ചിത ഇന്റർവെൽസിൽ സമുദ്രത്തിലെ ആ ഒരു നിരപ്പ്, വെള്ളത്തിന്റെ നിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യുന്ന ആ ഒരു പ്രതിഭാസത, ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈ ടൈഡ്സ് എന്ന് പറയുന്നത്. Then the rise in the sea level is called high tide and the falls is called low tide. അപ്പോൾ അത് ഉയരുമ്പോൾ എന്ത് സംഭവിക്കും, ഹൈ ടൈഡ് ഉണ്ടാവും, അത് കുറയുമ്പോൾ ലോ ടൈഡും ഉണ്ടായിരിക്കും. Imagine rivers flowing through the oceans like rivers. Water in the ocean is flowing through it for several kilometers. അപ്പോൾ ഒരുപാട് കിലോമീറ്റർ താണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, ഈ ഒരു പുഴകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള വാട്ടർ ബോഡീസിൽ നിന്നൊക്കെ വെള്ളം വരുന്നത് അല്ലേ. So ocean currents is a phenomena by which water flows through the ocean in a fixed direction through a fixed path. Such currents are there in all oceans. അപ്പോൾ ഇങ്ങനെ സമുദ്രങ്ങളിൽ നിശ്ചിത ദിശയിൽ നിശ്ചിത ഒരു പാത്തിലൂടെ തുടർച്ചയായിട്ട് വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ കറന്റ്, ഓഷ്യൻ കറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഓഷ്യൻസിലും ഈ ഒരു സംഭവം ഉണ്ട്. ഇനി ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് ഓഷ്യൻ കറന്റിനെ കുറിച്ച് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദ സൺ ആൻഡ് ദ മൂൺ ആൻഡ് ദ centrifugal force result in the rise and fall of the sea level. They are called high tide and low tide. അപ്പോൾ ഈ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കും, ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അവിടെ ഉണ്ടാകും. സോ അതിൻ്റെ ഫലമായിട്ട് സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുകയും താഴുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഹൈ ടൈഡ്, ലോ ടൈഡ് എന്ന് പറയുന്നത്. ഹൈ ടൈഡ്സ് ആർ കോസ്ഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ ദ സൈഡ് ഓഫ് ദ എർത്ത് ദാറ്റ് ഫേസസ് ദ മൂൺ ആൻഡ് ഡ്യൂ ടു centrifugal force of the on the opposite side at the same time. Low tides are experienced on other parts of the earth at this time. അപ്പോൾ ഇത് എന്ത് സംഭവിക്കും, ഭൂമിയിൽ ചന്ദ്രനെ അഭിമുഖമായി വരുന്ന വശത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വിപരീതമായിട്ട് സംഭവിക്കുമ്പോൾ അവിടെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒന്നും കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഹൈ ടൈഡ് ഉണ്ടാകും. അപ്പോൾ ഈ സമയം തന്നെ ഭൂമിയിലെ മറ്റ് ഓഷ്യൻസിലൊക്കെ എന്ത് സംഭവിക്കും, ലോ ടൈഡും സംഭവിക്കും. ഇനി ഓഷ്യൻ കറൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്.
Ocean currents are phenomena by which water flows through a fixed channel continuously. Factors such as the wind variation in the temperature and a silently of the ocean and the rotation of the earth are some of the reasons that influence ocean currents. അപ്പോൾ ഈ ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സമുദ്രങ്ങളിൽ ഒരു എന്താ പറയുക നിശ്ചിതമായിട്ടുള്ള ഒരു പാതയിലൂടെ സമുദ്രത്തിലെ വെള്ളം തുടർച്ചയായിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിനോമിനയാണ് നമ്മൾ ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത്. ഇത് കാറ്റ്, അതുപോലെ തന്നെ ഇതിലുണ്ടാവുന്ന ഈ ഓഷ്യൻസിലുണ്ടാവുന്ന ടെമ്പറേച്ചർ, അതിലുണ്ടാവുന്ന വ്യത്യാസം ഡിഫറൻസസ്, അതിൻ്റെ വേരിയേഷൻസ്, മാത്രമല്ല സാലിനിറ്റി ഓഫ് ദ ഓഷ്യൻ ലവണത്വം, അതിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, ഭൂമിയുടെ റൊട്ടേഷൻ, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് ഇതിൽ പല മാറ്റങ്ങളും സംഭവിക്കും. Then next one, let us complete the concept map. ഇവിടെ ഒരു കൺസെപ്റ്റ് മാപ്പ് വന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് നമ്മളെടുത്ത് പറയുന്നത്. ഓഷ്യൻ മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് നമുക്കറിയാം ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് ആണല്ലേ. അപ്പോൾ 3 എണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏതാണ്? വേവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വേവ്സ് എന്ന് എഴുതി കൊടുക്കുക. മൂവ്മെൻറ്റ് ക്രിയേറ്റഡ് ബൈ ദ വിൻഡ് ഓൺ ദ സർഫേസ് ഓഫ് ദ ഓഷ്യൻ. അപ്പോൾ ഭൂമിയുടെ സർഫേസിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം, അല്ലെങ്കിൽ കാറ്റ് സമുദ്രോപരിതലത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് എന്ന് പറയുന്നത്, ഹൈ ടൈഡ്സ് ആൻഡ് ലോ ടൈഡ്സ് ആർ ഫിനോമിന ഓഫ് റൈസിംഗ് ആൻഡ് ഫോളിംഗ് ഓഫ് ദ സീ ലെവൽ അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽസ്. നെക്സ്റ്റ് വൺ ഓഷ്യൻ കറൻസ് ആണ്. ദ ഫിനോമിന ബൈ വിച്ച് വാട്ടർ ഫ്ലോസ് ത്രൂ ദ ഓഷ്യൻ ഇൻ എ ഫിക്സഡ് ഡയറക്ഷൻ ത്രൂ എ ഫിക്സഡ് പാത്ത് എന്നുള്ളതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ പഠിച്ചത് തന്നെയാണ്, ജസ്റ്റ് അവിടെ നിന്ന് എഴുതി കൊടുക്കുക. യു ഹാവ് റീഡ് ദിയാസ് എക്സ്പീരിയൻസ് ഓഫ് ടേസ്റ്റിംഗ് സീ വാട്ടർ ഹാവ് ബിൻ ഡ്യൂ. ദിയ സമുദ്രത്തിലെ ആ ഒരു വെള്ളം രുചിച്ചു നോക്കിയപ്പോഴുള്ള ടേസ്റ്റ് നമുക്ക് മനസ്സിലായി അല്ലേ. ഡു യു നോ വൈ സീ വാട്ടർ ഈസ് സാൾട്ടി? എന്തുകൊണ്ടാണ് ഈ സീ വാട്ടർ ഇത്രയും സാൾട്ടി ആയതെന്ന് നിങ്ങൾക്കറിയോ? മിനറൽ സാൾട്ട്സ് ആർ ഡിസോൾവ് ഇൻ വാട്ടർ ഫ്രം ഓൾ സോഴ്സസ്. അപ്പോൾ എല്ലാ സോഴ്സിൽ നിന്നുള്ള എല്ലാ ലവണങ്ങളും എവിടെ ഡിസോൾവ് ആവുന്നത് എവിടെയാണ്? ഈ ഒരു കടലിലാണ്. ബട്ട് ദ എമൗണ്ട് ഓഫ് സാൾട്ട്സ് ഈ സീ വാട്ടർ ഈസ് കമ്പാരിറ്റീവ്ലി ഹൈ. പക്ഷേ മറ്റുള്ളതിനേക്കാൾ സമുദ്രത്തിലെ ആ ഒരു ഇതിൻ്റെ അളവെന്ന് പറയുന്നത് എന്താണ്? വളരെ ഹൈ ആണ് അല്ലേ. സാൾട്ടിൻ്റെ അളവെന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. ദാറ്റ് ഈസ് വൈ സീ വാട്ടർ റിമൈൻ സാൾട്ടി. അതുകൊണ്ടാണ് ഈ സീ വാട്ടറൊക്കെ വളരെ സാൾട്ടി ആയിട്ട് മാറുന്നത്. പൊതുവെ കൂടുതലാണ്, അതുകൊണ്ട് സമുദ്രജലത്തിന് ഉപ്പ് രസമാണ് ഉള്ളത്. ഇതൊക്കെ വന്ന് ഡിസോൾവ് ആവുന്നതല്ലേ. സാലിനിറ്റി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഓൾ ദ മിനറൽ സാൾട്ട്സ് ഡിസോൾവ് ഇൻ വാട്ടർ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എല്ലാ സാധനങ്ങളും അലിഞ്ഞു ചേർന്നിട്ട് ആ ഒരു ഇതിൻ്റെ മൊത്തം അളവാണ് അതിൻ്റെ സാലിനിറ്റി എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് മനുഷ്യനും ഓഷ്യൻസ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യനും ഈ ഒരു ഓഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഓഷ്യൻസ് ആർ ദ സോഴ്സ് ഓഫ് പ്രീഷ്യസ് റിസോഴ്സസ്. ഹൗ ഡു ഓഷ്യൻസ് ഇൻഫ്ലുവൻസ് അവർ ലീവ്സ്? അപ്പോൾ ഓഷ്യൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് റിസോഴ്സസ് ഉള്ള ഒന്നാണ് ഓഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഇവിടെ പിക്ചർ നോക്കൂ നിങ്ങൾ. ഇവിടെ എന്തൊക്കെയാണ്? ഫസ്റ്റ് ആണ് ടൈഡ് ആണ് അല്ലേ. പിന്നെയുള്ളത് ഷിപ്പ് പോകുന്നുണ്ട്, ആളുകൾ പോകുന്നത് കാണുന്നുണ്ട്, ഫിഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്? റെഗുലേറ്റ്സ് ദ ക്ലൈമറ്റ്. ക്ലൈമറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഓഷ്യൻസ് ആണ്. അതുപോലെ തന്നെ ടൂറിസം ഉള്ളത് ഓഷ്യൻസിലുണ്ട്. മെറിടൈം ട്രാൻസ്പോർട്ടേഷൻ, കടൽ വഴിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മാർഗ്ഗങ്ങൾ. സോഴ്സ് ഓഫ് ഫുഡ്, നമുക്ക് ഫിഷ് ഒക്കെ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ഹ്യൂമൻ ബീയിങ്സ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഓഷ്യൻ ഫോർ ദെയർ ലിവ്ലിഹുഡ് സിൻസ് ആൻഷ്യൻ ടൈം. അപ്പോൾ പണ്ടുകാലം മുതലേ ജനങ്ങൾ, മനുഷ്യന് ഈ സമുദ്രത്തെ അഭിമുഖീകരിച്ച് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടും ജീവിക്കുന്നുണ്ട്. Then, along with the seafood, ocean provides other resources as well. അപ്പോൾ സീ ഫുഡ് മാത്രമല്ല, ഓഷ്യൻസ് ബാക്കിയുള്ള റിസോഴ്സസും കൂടെ നമുക്ക് നൽകുന്നുണ്ട്. മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡ് ഒക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ ഒരു മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലേ. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ കൊണ്ടുപോകുന്നതിന് ലിമിറ്റ് ഉണ്ട്, പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുഡ്സും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ദ ഓഷ്യൻസ് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ റെഗുലേറ്റിംഗ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് ഓക്സിജൻ. മാത്രമല്ല ഗ്ലോബൽ വാർമിങ്ങിനും ഈ ഓക്സിജനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെ ഓഷ്യൻസിന് ഉണ്ട്. കോസ്റ്റ് ആർ ഓൾസോ പോപ്പുലർ ടൂറിസം ഡെസ്റ്റിനേഷൻ. അതിൻ്റെ തീരങ്ങളും ഒരു പോപ്പുലർ ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇനി ഓഷ്യൻ പൊല്യൂഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം ഓഷ്യൻസ് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതെങ്ങനെയൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കൂ, പ്ലാസ്റ്റിക് ഇട്ടിട്ട്, അതുപോലെ തന്നെ ഈ ഒരു സർവീസസ്, കപ്പലുകളൊക്കെ പോകുമ്പോൾ അതിൽ നിന്നും വരുന്ന വായു പൊല്യൂട്ട് ഉണ്ടാക്കുന്നുണ്ട്. തീരങ്ങളിൽ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റും കാര്യങ്ങളൊക്കെ, അതിൻ്റെ തീരങ്ങളിലുള്ള ഒരുപാട് ഫാക്ടറീസ്. ഹാവിൻ യു എക്സാമിൻ ദ പിക്ചർ? ഈ പിക്ചേഴ്സൊക്കെ നമ്മൾ നോക്കിയല്ലേ. ആർ ദീസ് സൈറ്റ് ഫെമിലിയർ ടു? ഇതൊക്കെ നമുക്ക് പരിചിതമാണോ? ആണ്. ഓഷ്യൻസ് ഫേസ് സെവറൽ ചലഞ്ചസ്. നമുക്കറിയാം ഓഷ്യൻസ് എന്താണ്, ഒരുപാട് ചലഞ്ച്
ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. പൊല്യൂഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഇഷ്യൂ. അപ്പോൾ അതിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? പൊല്യൂഷൻ തന്നെയാണ്. ഡംപിങ് ഓഫ് കെമിക്കൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് സബ്സ്റ്റൻസസ് ആർ എ ത്രെറ്റ് ടു ദ മറൈൻ എക്കോസിസ്റ്റം. അപ്പോൾ ഈ മറൈൻ എക്കോസിസ്റ്റത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു പൊല്യൂഷൻ എന്ന് പറയുന്നത്. കെമിക്കൽ സബ്സ്റ്റൻസ് കൊടുത്തിടുക, പ്ലാസ്റ്റിക്കുകൾ കൊടുത്തിടുക, അതൊക്കെയാണ് പ്രശ്നം അല്ലേ. നോട്ട് ഓൺലി ഓഷ്യൻസ് ബട്ട് ഓൾസോ ഫ്രഷ് വാട്ടർ സോഴ്സസ് ലൈക്ക് റിവേഴ്സ്, ലേക്സ് എക്സെട്ര ആർ എഫക്റ്റഡ് ബൈ പൊല്യൂഷൻ. അപ്പോൾ ഇത് ഓഷ്യൻസിനെ മാത്രമല്ല ബാധിക്കുന്നത്, പിന്നെന്താണ്, നമ്മുടെ റിവേഴ്സ്, ലേക്സ് അങ്ങനെയുള്ള നമ്മുടെ ഫ്രഷ് വാട്ടർ റിസോഴ്സസിനെയും ബാധിക്കുന്നുണ്ട്. വേസ് ടു കൺസർവ് ഓഷ്യൻസ്. എങ്ങനെയാണ് നമുക്ക് ഈ ഓഷ്യൻസിനെ കൺസർവ് ചെയ്യാൻ വേണ്ടി പറ്റുക? നമുക്ക് പ്രിവെൻറ്റ് പ്ലാസ്റ്റിക് കെമിക്കൽസ് എക്സെട്ര ഫ്രം റീച്ചിങ് ദ ഓഷ്യൻ. ഓഷ്യൻസിലൊക്കെ ഈ പ്ലാസ്റ്റിക് സംഭവങ്ങൾ, അതുപോലെ തന്നെ കെമിക്കൽസ്, ഇതൊക്കെ എത്താതെ നമുക്കൊരുവിധം തടയാൻ വേണ്ടി പറ്റും. ക്രിയേറ്റ് അവയർനെസ് ഓൺ കൺസർവേഷൻ ഓഫ് ഓഷ്യൻ. അതുപോലെ തന്നെ ഈ ഓഷ്യൻസിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കീപ് ദ കോസ്റ്റ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. അതുപോലെ അതിൻ്റെ തീരങ്ങളെയൊക്കെ നമുക്ക് പൊല്യൂഷൻ ഇല്ലാതെ സംരക്ഷിക്കാൻ വേണ്ടി പറ്റും. കൺട്രോൾ അൺസസ്റ്റൈനബിൾ ഫിഷിംഗ്. ആവശ്യമില്ലാത്ത ഈ ഒരു ഫിഷിംഗ് ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. പ്രിസർവ് മറൈൻ എക്കോസിസ്റ്റം. മാത്രമല്ല സമുദ്രത്തിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രിപ്പയർ തീം സോങ്സ് റിലേറ്റഡ് ടു വാട്ടർ കൺസർവേഷൻ. അപ്പോൾ ഈ വാട്ടർ കൺസർവേഷൻ തീം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് സോങ്സ്, മുദ്രാഗീതങ്ങളൊക്കെ എഴുതാം. വി ഹാവ് ലേൺ അബൌട്ട് ഓഷ്യൻസ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ നമ്മൾ പഠിച്ചു ഓഷ്യൻസിനെയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെയും കുറിച്ച് മനസ്സിലാക്കി. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കൺസേർവ് ദ മറൈൻ എക്കോസിസ്റ്റം വിച്ച് ഈസ് ഹോം ടു എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് റേഞ്ചിങ് ഫ്രം മൈക്രോ ഓർഗാനിസംസ് ടു ദ ബ്ലൂ വെയിൽ. അപ്പോൾ നമുക്കറിയാം സൂക്ഷ്മജീവികൾ മുതൽ നീലത്തിമിംഗലം വരെയുള്ള ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള എനിമൽസും അതുപോലെ തന്നെ ഇതൊക്കെ ഉള്ളത് എവിടെയാണ്? നമ്മുടെ ഈ ഒരു ഓഷ്യൻസിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ്. മിസ്യൂസ് ഓഫ് വാട്ടർ ആൻഡ് ഈസ് പൊല്യൂഷൻ ഈസ് എ ത്രെറ്റ് ടു ദ എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് ഓൺ ദ എർത്ത്. മാത്രമല്ല ഈ ഒരു ഭൂമിയുടെ ജലത്തിൽ ഒരുപാട് ദുരുപയോഗവും മലിനീകരണവും ഒക്കെ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. ദെർഫോർ ലെറ്റ്സ് ജോയിൻ ഹാൻഡ്സ് ഫോർ വാട്ടർ കൺസർവേഷൻ. അതുകൊണ്ട് വാട്ടർ കൺസർവേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവർക്കും കൈകോർക്കാം. ലെറ്റ് ദ എർത്ത് കണ്ടിന്യൂ ആസ് വാറ്ററിറ്റി പ്ലാന്റ്സ്. ഭൂമിയുടെ എന്നും ജലഗ്രഹമായിട്ട് തന്നെ തുടരട്ടെ. അപ്പോൾ ജലമുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ ജീവൻ തന്നെ നിലനിൽക്കുന്നത്. കാരണം അതിലൂടെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കൺസർവ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 11th ചാപ്റ്റർ ആണ്. ലെറ്റ്സ് സേവ് ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.